My name is Joseph John. You can see. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നോ അമ്മേ ആദിമയ്യ കന്യാമാതാവേ ആമേ മയ്യ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നോ അമ്മേ നോട് കൂടെ നാദനം സ്ത്രീകളെല്ലാം രോഗവീർ നിൽക്കുവാനും യേശുവും പാരഹിത ആയമേരി തമ്പുരാനെ അമ്മ നീ പാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും സ്വസ്തി നന്മ പൂരിതോട് കൂടെ നാദനം സ്ത്രീകളെല്ലാം രോഗവീർ നിൽക്കുവാനും യേശുവും പാരഹിത ആയമേരി തമ്പുരാനെ അമ്മ നീ പാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എപ്പോഴും Michelle, UKGD. പരിശുദ്ധാത്മാവിനുള്ളിൽ മരണമേ ദിവ്യദാനങ്ങൾ ചിന്തിയുള്ളിൽ സ്നേഹം നിറയ്ക്കണേ സ്വർഗവാതിൽ തുറന്നു ഭൂമിയെ നഗനേറ്റും പ്രകാശമേ ചന്ദ്രമേ പരിശുദ്ധാത്മാവേ നീയെന്നുള്ളിൽ മരണമേ ഇതക്കിതത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കുന്നു സ്വർഗവാതിൽ തുറന്നു ഭൂമിയെ നഗനേക്കും പ്രകാശമേ
ഇന്ത്യ നമ്മുടെ ഭാരതമാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ കുടുംബം നന്നായാൽ നമ്മളുടെ കേരളം നന്നാവും. നമ്മുടെ കേരളം നന്നായാൽ നമ്മളുടെ രാജ്യം ഇന്ത്യ നന്നാവും. പക്ഷേ നമ്മൾ ഒന്നും നന്നാവാത്തത് കൊണ്ട് നമ്മളുടെ രാജ്യം തന്നെ എല്ലാം കൊണ്ട് പൊല്യൂട്ടഡായിരിക്കുന്നു. നമ്മളുടെ ഇന്ത്യയെ രക്ഷിക്കാനും മാതാവിൻ്റെ കരങ്ങളിൽ എണീപ്പിക്കാനുമാണ് ഇത് പറയുന്നത്. മഹാരാജന്റെ 28ാമത്തെ സ്വാതന്ത്ര്യത്തിനോട് ചേർന്ന് നിന്ന് ഇന്ത്യയുടെ വിശ്വാസത്തിനും ഐക്യത്തിനും വേണ്ടി പോരാടുകയാണ്. കഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം എല്ലാവരും നമ്മുടെ ജാതി മതമൊന്നും ഇല്ലാണ്ട് എല്ലാവരും പഠിച്ച് കഴിയണ നാടാണ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടിയ ഈ കൊല്ലം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ അതേ ദിവസം തന്നെയാണ്. ഞങ്ങൾ ഇന്ത്യയുടെ ത്രിവർണ്ണ നിറങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ കേരളത്തിൽ നടന്ന വലിയ ദുരന്തമായ വയനാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യ ദിനാശംസ. അതേപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാതാവിൻ്റെ ഇന്ത്യയിലെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിക്ചറുണ്ട്. ഇന്ത്യയുടെ മാതാവിൻ്റെ കാരണത്താൽ ഇന്ത്യയിൽ വയനാട്ടിലെ ലാൻഡ്സ്കേപ്പ് മാതാവിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവതവാർത്ത മാതാവിൻ്റെ തൊട്ടിലാടുന്നത്. പിന്നെ ഈ പ്രാവശ്യം നിർമ്മിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് 15 ന്യൂസ് പേപ്പറിൽ നിന്നുള്ള എല്ലാ വാർത്തകളും അന്ന് ഇന്ത്യയിലുണ്ടായ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും സ്പോർട്സിലായാലും ആളുകളിലായാലും ഇന്ത്യയിലെ കുറേ സോൾജേഴ്സ് ഒന്നും മരണപ്പെട്ടായിരുന്നു. ജമ്മുവിലുണ്ടായ അറ്റാക്കൊക്കെ കാരണം അവരുടെ ന്യൂസുകളൊക്കെ കിട്ടിയത്. പിന്നെ ഇന്ത്യയുടെ 28ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ കാരണാവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യക്ക് 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഭാരതമാതാവിൻ്റെ മണ്ണിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ പാടുക. അതിന് കാരണക്കാരായ എല്ലാ മക്കളെയും സ്മരിച്ചുകൊണ്ട് നമസ്കാരം. സ്വാതന്ത്ര്യം എന്നത് ഉദ്ദേശിക്കുന്നത് കേവലം സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യുക എന്നതല്ല. തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി തൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് പ്രയത്നിക്കുക എന്നതാണ് ലക്ഷ്യം. പരിശുദ്ധ കന്യകാമറിയം യേശുവിൻ്റെ മാതാവായതും സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ആരുടെയും പ്രേരണയാലും ആരുടെയും തീരുമാനത്താലും അല്ല. ഇനി വിദ്യാഭ്യാസം പുസ്തകത്താളുകളിൽ നിന്നും അച്ചടിച്ചത് മാത്രം പഠിക്കുക എന്നതല്ല വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നും നാം നേടിയെടുത്ത അറിവുകൾ ഇന്ത്യയുടെ ഉന്നമനത്തിനായി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി പ്രയോഗിക്കുക എന്നതാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി ഇന്ത്യയുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച ധാരാളം വ്യക്തികൾ ഇതെന്ന് കാണാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ഓരോരുത്തരും നേടിയ അറിവുകൾ തൻ്റെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുക, അതിലൂടെ ഇന്ത്യയുടെ ഉന്നമതി കാണുക. ഇനിയും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ്ണ പതാക നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ പാറി പറക്കുന്നു. ആ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ മഹത് വ്യക്തികൾ നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 നമുക്ക് നേടുന്ന സ്വാതന്ത്ര്യം ഇന്ന് നാം എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇന്ത്യയുടെ അകത്താണെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുൻപ്, അതായത് കേവലം രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സമര നേതാക്കൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല സമരം നടത്തിയതും രാജ്യത്തെ സംരക്ഷിച്ചു, മറിച്ച് ലോകമെമ്പാടും ഇന്ത്യ ഒട്ടാകും ആൾക്കാർക്ക് വേണ്ടിയാണ് അവർ സ്വന്തം അവകാശം നേടിയെടുത്തത്. ഇവിടെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് ഇന്ന് ഇന്ത്യ എങ്ങനെയാണ് വയനാട്ടിലെ പ്രശ്നവും ബംഗ്ലാദേശ് തുടങ്ങിയ നരേന്ദ്രമോദി എങ്ങനെയെല്ലാം സമീപിക്കുന്നു ആൾക്കാർ, ഇതൊക്കെയാണ് എൻ്റെ കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്.
മറിച്ച് ഇന്ത്യയുടെ നേട്ടം പാരാ ഒളിമ്പിക്സ്, പാരീസിൽ നടന്ന ഒളിമ്പിക്സ്, വെങ്കലം, ബ്രോൺസ് ഇതെല്ലാം നേടിയതും നമ്മുടെ കഴിവും നമ്മുടെ ആത്മാർത്ഥതയും കൊണ്ട് തന്നെയാണ്. 78ാമത് ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് വയനാടിൽ ആലപ്പുഴക്കാരൻ പട്ടാളക്കാരനായ ഋഷി രാജലക്ഷ്മി തുടങ്ങിയവരുടെ കഠിനാധ്വാനവും മറ്റും നമ്മൾ ഈ സമയം ഓർക്കേണ്ടതാണ്.